ഹലോ, നമ്മൾ ഇന്ന് കസിൻസ് കുറച്ച് പേര് കൂടിയിട്ട് വട്ടവടയിൽ ഒരു വൺ ഡേ ട്രിപ്പിന് വേണ്ടി പോവാം. നമ്മൾ വെളുപ്പിന് ഒരു 4 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏകദേശം ഒരു 7 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് വട്ടവടയിലേക്ക്. ആഷിദേ, സലോം ചേച്ചി. നമ്മളിപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിൽ വന്നേക്കുവാണ്. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ അതായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡാമൊക്കെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മൂന്നാർ ഇറങ്ങി. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ബോട്ടിംഗ് ഒക്കെ ഉള്ളത്. സുവിനേർ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകായിരുന്നല്ലേ? അതെന്താ ഇത്? അതെന്താ സംഭവം? അതെ, വിഷർ വേണ്ട. നമ്മളെ AC-യിലല്ലേ പോകുന്ന വണ്ടിയിൽ ഇങ്ങനെ നടക്കുമ്പോ ഫാൻ എടുത്തില്ല. ഞാൻ എപ്പോഴും ഒരു കുഞ്ഞു ഫാൻ കൈ പിടിച്ച് എടുത്തില്ല, മറന്നുപോയി. നമുക്ക് ഡാം ദേ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇവരിങ്ങനെ കമ്പി വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. വട്ടവടനെ പറ്റി പറയുകയാണെങ്കിൽ ഒട്ടും തന്നെ ഡെവലപ്ഡ് അല്ലാത്തൊരു സ്ഥലം. ഇപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ പോലും 1.5-2 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് മൂന്നാർ വന്നാൽ മാത്രമേ അവിടെ ഉള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വട്ടവടയുടെ ബ്യൂട്ടി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ ഒരു പ്രാവശ്യം പോയാലും വീണ്ടും പോയി കാണണമെന്ന് തോന്നുന്ന രീതിയിലുള്ള അത്രയും മനോഹരമാണ് അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ കുന്നുകളും മലകളെല്ലാം. എനിക്ക് തോന്നുന്നത് വട്ടവടയിൽ ഇത്രയും ഡെവലപ്മെൻറ്റ്സ് ഒന്നും വരാത്തത് കൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് വട്ടവട ഇപ്പോഴും ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. ഞങ്ങള് ഓഫ് റോഡ് പോവാൻ വേണ്ടിയിട്ട് ഓഫ് റോഡ് പോവാൻ ജീപ്പിൽ കയറിയിരിക്കുകയാണ്. പാഷൻ ഫ്രൂട്ടിന് വലിയ ടേസ്റ്റില്ല. ഓറഞ്ച് എങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് വേണ്ടിയാണ്. തരക ടേസ്റ്റ് ഒക്കെ തന്നോ ചേച്ചി? പറഞ്ഞ എല്ലാവർക്കും ഓരോ ടേസ്റ്റ് ഒക്കെ തരികയാണെങ്കിൽ നല്ലാണോ? പച്ചവണോ പഴുത്തണോ? നമ്മളിത് ഇപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റിൽ ഇറങ്ങിയേക്കുവാണ്. ഇവിടെ 2-3 വ്യൂ പോയിന്റ്സ് ഉണ്ട്, അവിടെയൊക്കെ പോകും. പിന്നെ വാട്ടർഫോൾസ് ഉണ്ട്, അവിടെ എല്ലായിടത്തൊക്കെ പോകുന്നുണ്ട്. ജീപ്പിൽ തന്നെയാണ് പോകുന്നത്. നമുക്ക് അഭിമന്യു കേട്ട് കാണും. മഹാരാജാസ് കോളേജിൽ പഠിച്ച അഭിമന്യു ഇല്ലേ? അഭിമന്യുവിന്റെ വില്ലേജ് ഇത് ആ നേരെ കാണുന്ന കൊട്ടാക്കമ്പൂർ വില്ലേജ് ആണ്. നായാട്ട് സിനിമ കാണുന്ന വില്ലേജിലാണ്. നമുക്ക് വട്ടവട എന്ന് പറയുമ്പോൾ ഒരു 80% പച്ചക്കറി മാത്രം കൃഷി ചെയ്യുന്ന വില്ലേജാണ്. എല്ലാ കൃഷിയും പച്ചക്കറിയിലെ എല്ലാ പച്ചക്കറിയും ഇവിടെ ചെയ്യും. ക്യാരറ്റ്, ക്യാബേജ്, ഉരുളക്കിഴങ്ങ്, ബീൻസ് എല്ലാ പച്ചക്കറിയും ചെയ്യും. ശീതകാല ജൈവ പച്ചക്കറി കൃഷിയിലെ കേരളത്തിൽ ഒന്നാമത് നമ്മുടെ അഭിമന്യുവിന്റെ ഞങ്ങൾ ഊട്ടിപ്പൂ പറിക്കാൻ പോകുന്നു. വട്ടവടയിൽ ഊട്ടിപ്പൂ. ഈ മലയുടെ അപ്പുറം ഊട്ടി എന്നല്ല ഒരു പറഞ്ഞത്.
ഊട്ടിയല്ല മറയൂരി. സോറി കേട്ടോ. അത് ഇത് ഓറഞ്ച് അല്ലേ? ഇത് കുഞ്ഞ് ഓറഞ്ചാണ്. കണ്ട ഓറഞ്ച് അല്ല, ഓറഞ്ചിന് മുള്ളുണ്ടാവൂലല്ലോ. ഇത് നാരങ്ങയാണ്. ഇല്ല അതെ, ഇത് മുള്ളുണ്ടാ? എനിക്കറിഞ്ഞൂടാട്ടോ ഓറഞ്ചിന് മുള്ളുണ്ടാവില്ലെന്ന്. നമുക്കിതേ ഇവിടെ ഊട്ടിപ്പൂ വെക്കുന്നുണ്ട്. ചെടി പറിച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നടാൻ വേണമെങ്കിൽ. ഇതേ ഊട്ടിപ്പൂവ്. ഇത് പറിച്ചുകൊണ്ട് പോയാലും കുറെ നാൾ വാടാണ്ട് നിൽക്കുമല്ലേ? അതിന്റെ ചെടിയാണത്. അത് ആ സൈഡിലോട്ടൊക്കെ കുറെ ഉണ്ട്. കണ്ടോ? ഇതാണെന്ന് തോന്നണം. ഇത് ഇതേ ഇത് അതെ, അതല്ല ഊട്ടിപ്പൂവ്. അത് വട്ടവടപ്പൂ. അതാണ് ഊട്ടിപ്പൂ. നിന്റെ മുന്നിൽ നിൽക്കുന്നതാണ് ഊട്ടിപ്പൂ. കാട്ടുവെള്ളെല്ലാം മറിച്ചിടാവും കളവ്. ചേട്ടൻ എന്തോ അടി കൊടുക്കാന്ന് പറിക്കണ്ടല്ലോ. അതെങ്ങനെ പറിച്ചു വെച്ചിട്ട് ഒരു മാസം വടാതിരിക്കുവോ അതോ പൂവാടാതിരിക്കും? ലാസ്റ്റ് നിനക്ക് കിട്ടിയാലേ അത് കണ്ടെത്തും. അതെ, ചെക്ക് പോസ്റ്റ് ഉള്ളതാണ് ചെക്കിങ്. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ. ഞങ്ങളുടെ അടിപൊളി ഓഫ് റോഡ് ഡ്രൈവർ അല്ലേ? അടുത്ത വ്യൂ പോയിന്റിലെത്തി. എല്ലാവരും ഫോട്ടോഷൂട്ടിലാണ്. ഈ കാണുന്ന മലകൾക്കപ്പുറം കൊടൈക്കനാലാണ്. ഇവിടെ നിന്ന് നടന്നു പോകുന്ന ആൾക്കാരുണ്ട്. 4 മണിക്കൂർ എടുക്കും നടന്നു പോകാൻ എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഞങ്ങളിപ്പോ അടുത്ത വ്യൂ പോയിന്റിലെത്തി. അവിടെ നിന്നാണ് നമ്മൾ വന്ന സ്ഥലം. എന്തോ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ അത്യാവശ്യം അഫോർഡബിൾ റേറ്റിന് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വിൽക്കാനായിട്ട് ആളുകളുണ്ടാവും കേട്ടോ. അത് കൂടുതലും ജൈവ പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ ആയിരിക്കും. നമ്മളൊരു ഫാമിൽ വന്നേക്കാണ്. നമ്മുടെ വെള്ളരിക്ക, മുന്തിരി, ക്യാബേജ് എല്ലാം ഉണ്ട്. തക്കാളി, ക്യാബേജ്, കോളിഫ്ലവർ അല്ലേ നിൽക്കുന്നേ? ഇതോ ഈ ചെറുതോ? അതെ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നിൻ്റെയും. അവിടെ മരത്തക്കാളിയാണിത്, കാട്ടുതക്കാളിയല്ല. ഇത് തിന്നും. റോസ്മേരിയുടെ കൃഷി ചെയ്യുന്നുണ്ടോ? നല്ലതാ, മുടി വളരെ ഭയങ്കര നല്ല സാധനം. അത് ചോദിച്ചിട്ടെടുക്കും, ചിലപ്പോ പൈസ കൊടുക്കേണ്ടി വരും. ചോദിച്ചിട്ടെടുക്കാം. നീലക്കുറിഞ്ഞുണ്ട് പക്ഷെ പൂവില്ല. വഴുതനങ്ങടെ കുഞ്ഞു പോലെ ഉണ്ട് പക്ഷെ മരത്തക്കാളി അല്ലേ? തക്കാളിയുടെ ടേസ്റ്റ് തന്നെ ആയിരിക്കും. എന്റെ പേരെന്നെ കഴിച്ചു നോക്കിട്ട്. പുളിയല്ലേ, ഭയങ്കര പുളി. പുളിയും ഒരു പാലിന്റെ ടേസ്റ്റ് ഒക്കെ. ജാം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ശരിയാണ്. മരത്തക്കാളി എങ്ങനെയുണ്ട് ടേസ്റ്റ് കഴിച്ചിട്ട്? തക്കാളിയുടെ ടേസ്റ്റ് തന്നെയാണോ? എന്താണ് കയ്പോ? അതിന്റെ ഉള്ളില് വേറെ എന്തോ ഒരു ഇതല്ലേ? തക്കാളിയുടെ പോലെ ഒന്നല്ല. കൊള്ളാട്ടോ. പക്ഷെ എനിക്കിതിന്
പാഷൻ ഫ്രൂട്ടിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് തോന്നുന്നു. ഇല്ല, എനിക്കിഷ്ടപ്പെട്ടു. നല്ല പുളിയുള്ള സാധനം, കൊള്ളാം. ഇവിടെയുള്ള ആർക്കും ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേ ആ കറി വെക്കുന്ന ബീൻസ്. ആ ഇത് കറി വെക്കുന്ന ബീൻസ്. ജീരകത്തിന്റെ അല്ലേ ഇതിനൊന്ന്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. ഇതെല്ലാം ജൈവമാണോ? എല്ലാ കൃഷിയും ഉണ്ടാക്കും. ഇതായത് മരുന്ന് കൊടുക്കാം. മറந்து കിഴങ്ങ് 45 എടുക്കും. കിഴങ്ങിനെ അടിക്കും. ഉരുളക്കിഴങ്ങ് അടിച്ചാൽ നമ്മൾ കരച്ചിലുള്ളു കേൾക്കും. ഇല്ലാതെ ഭയങ്കര കരച്ചിലായി പോകും. ആണോ? ഇപ്പൊ ഭയങ്കര മിസ്റ്റില്ല. ഇതിനൊന്നും അടിക്കൂല, ഇതിലടിക്കും. ഓക്കെ. ഇവിടെ ബീട്രൂട്ട് അല്ലേ അമ്മിച്ചത്? ഇത് ബീട്രൂട്ട്. ഇതാ കാണുന്നത് ക്യാരറ്റ്. ബീട്രൂട്ട് ഉണ്ട്, കുരുമുണ്ട്. അയ്യോ ഇതെന്തോ അത്? ഇത് നമ്മുടെ ചീര, പരിപ്പ് ചീര. ആ കുറച്ചുകൂടെ വലുതായത്. അത് ചീര അല്ല, ബീട്രൂട്ട്. അത് എന്ത് ബീൻസാണ്? ബട്ടർ ബീൻസ് ആണ്. ബട്ടർ ബീൻസ്. ബീൻസ് തന്നെ. അമരപ്പയറോ? ഇതുണ്ടല്ലോ, പുറത്തൊക്കെ കൊറിയാണ്ടറിന് പകരം അവർ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ പലതരം കഞ്ചിലോട്ട് സാപ്പിടും. നമ്മുടെ ഇവിടെ അധികം നമ്മളെ ആൾക്കാർ യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷെ കുറവാണ് യൂസ് ചെയ്യുന്നത്. ആൾക്കാർക്ക് അതിനെ പറ്റി അറിവില്ല. அப்படி சாப்பிடலாம். பச்சை கழுவிட்டு சாப்பிடும். கழுவிட்டு சாப்பிடும். എന്താണ് எல்லாமே வச்சிருக்கோம். இந்த ஸ்ப்ரிங் ஆனியன் வச்சிருக்கோம். செல்லாரி எல்லாம் மலைக்கு இடாയി போய் எல்லாமே சில பேர் வாங்குவாங்க, சில பேர் வாங்க மாட்டாங்க. നമ്മൾ ക്യാരറ്റ് ഫ്രഷ് പറിച്ച് കഴിക്കാൻ പോണം. അമ്മച്ചിക്ക് അറിയാം. ഓ വലുതൊക്കെ പറിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കൂടി ഞാൻ ലാസ്റ്റ് പറിച്ചോട്ടെ. കൊള്ളാലോ, നല്ല ക്യാരറ്റ്. ആ അത് അത്യാവശ്യം വലുതാ. ആഷിതൊക്കെ കുറച്ച് വലുത് കിട്ടി. ഓ ചെറുത് പറിക്കണ്ട. ആഷിതൊക്കെ ഇട്ടേക്കണ വലിപ്പം നോക്കിയേ. ഇത് നട്ടിട്ട് എത്ര ദിവസം എടുക്കും? നിങ്ങളെന്താണ് ഇത് 3 മാസം മുന്നേ നട്ടാണത്? വിത്ത്. മതി. അമ്മച്ചി നമുക്ക് ക്യാരറ്റ് കഴുകിയൊക്കെ തരുവാണ്. അത്രയും കഴിയാൽ മതി. ബാക്കി കവറുണ്ടാവോ? ദേ ഇതുപോലെ ഒരു കുഞ്ഞു വഴി കൂടി നടന്ന് നമുക്ക് വെള്ളച്ചാട്ടം കാണാം. വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണിത്. നല്ല അടിപൊളി വലിയ വെള്ളച്ചാട്ടം. പറഞ്ഞപ്പോൾ ഇത്രയും വലുതാണെന്ന് വിചാരിച്ചില്ല. ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം പ്രതീക്ഷിച്ചു കാരണം ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വലിയ വെള്ളച്ചാട്ടം. മാറി നിൽക്കണോ? അത്യാവശ്യം വലിയൊരു വെള്ളച്ചാട്ടമാണ് അല്ലേ? സ്ട്രോബെറി ഫാം ഉണ്ട് അടുത്ത്. അതൊന്ന് കാണാൻ. സ്ട്രോബെറീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു വർക്കത്തില്ലാത്ത സ്ട്രോബെറികൾ. സ്ട്രോബെറി വൈനാണത്? അല്ലാണോ? മുന്തിരി വൈൻ്റെ ടേസ്റ്റ് ആണല്ലോ. കൊള്ളാവോ? ജാം കൊള്ളാല്ലേ? പാഷൻ ഫ്രൂട്ട് ജാമും കൂടി ഉണ്ട്. ട്രൈ കരോ. പാഷൻ ഫ്രൂട്ട്, പൈനാപ്പിൾ, ഏലക്ക,
അല്ല വേണ്ട, കൈ കൊള്ളത്തില്ല. കൊള്ളാമോ? പാഷൻ ഫ്രൂട്ട് പിന്നെ മധുരം ആയിരിക്കുള്ളൂ. ജാമിനാ കാക്കിലോ 100. ആ ചേച്ചി, ജാമൊക്കെ കഴിക്കാവാ? സ്ട്രോബെറി ജാം, സ്ട്രോബെറി ജാം ഇതൊക്കെ ഉണ്ട്. ജാമ് നല്ല ടേസ്റ്റ് ഇല്ലേ? പക്ഷെ ഞാൻ കഴിച്ചില്ല. ചേച്ചിയാണല്ലോ തേനീച്ചയാണത്. ഇത് ജാമാണ്, പാഷൻ ഫ്രൂട്ട് ജാമാണ്. കുത്തോ ആണോ? ഞങ്ങളുടെ കറക്കമൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കും. കറക്കമൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കേട് ചായ കുടിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പോവാണ് അല്ലേ? ചായ ഇല്ല, അതിനെ മാത്രമേ ഉള്ളൂ. എന്താ ടേസ്റ്റ്?